കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസിൽ വിചാരണ നടപടികൾ നീട്ടിവെച്ചു. പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ 2 അഭിഭാഷകരും മരിച്ച സാഹചര്യത്തിൽ പകരം അഭിഭാഷകനെ കണ്ടെത്താൻ സമയം അനുവദിച്ചുകൊണ്ടാണ് കേസ് നടപടികൾ നീട്ടിയത്. വന്ദനാദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് BA ആളൂർ കഴിഞ്ഞ മാസം 30-നാണ് മരിച്ചത്. പ്രതിഭാഗം സഹായിയായി എത്തിയിരുന്ന മുൻ ഗവൺമെന്റ് പ്രീഡർ PG മനു കഴിഞ്ഞ മാസം 13-ന് കൊല്ലത്ത് തൂങ്ങി മരിച്ചിരുന്നു. പ്രതിഭാഗം അഭിഭാഷകരിൽ 2 പേരും മരിച്ചത് ഈ കേസിന്റെ തുടർ നടപടികളെ ബാധിക്കും. അതിന് പുതിയ അഭിഭാഷകനെ കണ്ടെത്താനാണ് സമയം അനുവദിച്ചത്. കേസിലെ 1-ാം സാക്ഷിയായ ഡോക്ടർ മുഹമ്മദ് ഷിബിന്റെ ക്രോസ് വിസ്താരമാണ് കോടതിയിൽ ഇപ്പോൾ നടന്നുവരുന്നത്. സ്വയരക്ഷക്കായാണ് വന്ദനയെ ആക്രമിച്ചതെന്നും കോടതിയിൽ ഹാജരാക്കിയ കത്രിക ഉപയോഗിച്ചല്ല വന്ദനയെ കുത്തിയത് എന്നുമൊക്കെയുള്ള പ്രതിഭാഗത്തിന്റെ വാദം 1-ാം സാക്ഷി വിസ്താരവേളയിൽ നിഷേധിച്ചിരുന്നു. ഒരു ക്രൂരമായ കൊലപാതക കേസിൽ പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന 2 വക്കീലുമാരും വിചാരണ വേളയിൽ മരിക്കുന്നത് അപൂർവ സംഭവമാണ്. 2 പേരും ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ച അഡ്വക്കേറ്റ്സ് കൂടിയായിരുന്നു. ഇതിൽ ആളൂർ വക്കീലിന്റെ കാര്യമെടുത്താൽ സിനിമാ കഥയിലെ നായകന്റെയോ അല്ലെങ്കിൽ വില്ലന്റെയോ എൻട്രി പോലെയാണ് സൗമ്യ വധക്കേസിൽ അഡ്വക്കേറ്റ് ആളൂർ രംഗപ്രവേശനം ചെയ്യുന്നത്. ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാളിക്കായി മഹാരാഷ്ട്രയിൽ നിന്ന വക്കീൽ, അതിന്റെ പിന്നിൽ മുംബൈ അധോലോകം, ഭിക്ഷാടന മാഫിയ, മതം മാറ്റ മാഫിയ, അങ്ങനെ ആളൂരിനെ ചുറ്റിപ്പറ്റി കഥകൾ കുറെ വന്നിരുന്നു. അതൊന്നും നിഷേധിക്കാനും ആളൂർ തയ്യാറായില്ല. എന്നാൽ ആരാണ് ഗോവിന്ദചാമിക്ക് വേണ്ടി തനിക്ക് വക്കാലത്ത് തന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹം മരിക്കുന്നതുവരെ ഉത്തരം പറഞ്ഞിട്ടുമില്ല. സുപ്രീം കോടതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ ഇളവ് ചെയ്തപ്പോഴാണ് ഇത് എന്റെ വിജയം ആണെന്ന് ആളൂർ വക്കീൽ പറഞ്ഞത്. ജിഷ വധക്കേസിലും നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് വേണ്ടിയും നരബലി കേസിലെ പ്രതികൾക്ക് വേണ്ടിയും കൂടത്തായി ജോളി കേസിലുമൊക്കെ എത്തിയ ആളാണ് ആളൂർ വക്കീൽ. അപാരമായ കഴിവുകൾ കാരണം ഇന്നേവരെ ഒരു പ്രതിയെയും ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പകരം വധശിക്ഷ എന്നത് ജീവപര്യന്തമാക്കാൻ ആളൂരിന് കഴിഞ്ഞിട്ട്. വന്ദന കേസിലെ സഹ അഡ്വക്കേറ്റ് ആയിരുന്ന മനു ആത്മഹത്യ ചെയ്തത് പീഡന കേസിൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമോ എന്ന മാനസിക സംഘർഷം കാരണമായിരിക്കാമെന്ന് ആളൂർ വക്കീൽ അന്ന് പറഞ്ഞിരുന്നു. ഈ കേസിന്റെ നടത്തിപ്പിനായാണ് കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് 2 മാസം മുൻപ് വാടക വീടെടുത്ത് മനു താമസം മാറ്റിയത്. അവിടെയാണ് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടത്. തനിക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയുടെ വീട്ടിൽ അഡ്വക്കേറ്റ് മനു കുടുംബസമേതം എത്തി തൊഴുകയോടെ മാപ്പ് പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇയാളും ഒപ്പമുള്ള സ്ത്രീകളും പീഡനത്തിനിരയായ യുവതിയുടെയും ബന്ധുക്കളുടെയും കാല് പിടിക്കുന്നതും ആ ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കൊല്ലത്തെ വീട്ടിൽ മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിഡ്നി സംബന്ധമായ അസുഖം കാരണമാണ് 53-ാം വയസ്സിൽ അഡ്വക്കേറ്റ് ആളൂർ മരണപ്പെടുന്നത്. വന്ദന കേസിൽ 2 വക്കീലുമാരും മരിച്ചതോടെ ഇത് ദൈവത്തിന്റെ നിശ്ചയമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചില കമന്റുകൾ. സൗമ്യ, ജിഷ, വന്ദന എന്നിങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ ആത്മാക്കൾ ഇവർക്ക് മാപ്പ് കൊടുക്കില്ലെന്ന് പറയുന്നവരും ഉണ്ട്.